നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മലദ്വാര സംബന്ധ രോഗങ്ങളായ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയെക്കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ഡൗട്ടും എന്തൊക്കെയാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുക, സൊല്യൂഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലായാലും കൺസൾട്ടേഷൻ ടൈമിലും വന്ന് പറയാറുണ്ട്. അപ്പം ഇവരോട് നമുക്ക് മെയിൻലി പറയാനുള്ളത്, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ്. പക്ഷേ ഡയറ്റിൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് കഞ്ഞി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, നോൺ വെജ് തൊടാൻ പാടില്ല, സ്പൈസി ഐറ്റംസ് ടച്ച് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള കോമൺ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതായത് കൊഴുപ്പ് നമ്മൾ ഒട്ടും തന്നെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മലം വളരെ ടൈറ്റായിട്ട് തന്നെയായിരിക്കും പുറത്തേക്ക് വരിക. നമ്മുടെ ബോഡിയിൽ രൂക്ഷത അല്ലെങ്കിൽ ഡ്രൈനെസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഓരോ ചാനൽസും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പിന്നെ നമ്മുടെ മലം വരുന്ന സമയത്ത് അവിടെയൊക്കെ കൺസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നു, ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവുന്നു. അപ്പം നമ്മളിങ്ങനെ സ്ട്രെയിൻ കൊടുത്ത് മലം പോകുന്ന സമയത്ത് കൂടുതൽ അത് ബുദ്ധിമുട്ടിലേക്ക് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം എന്തായാലും കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നെയ്യിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ അത് തന്നെ പറയാനുള്ളൂ. നെയ്യ് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അത് മെഡിക്കേറ്റഡ് ഗീ ആണെങ്കിൽ അത്രയും നല്ലത്. കൺസൾട്ടേഷൻ ടൈമിൽ ഓരോ രോഗിയുടെയും അവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രകൃതി നോക്കിയിട്ട് നമ്മൾ നെയ്യ് കൊടുക്കും, നെയ്യ് സേവ കൊടുക്കാറുണ്ട്. അത് പലതരത്തിലുള്ള ഘൃതങ്ങളാവാം. മഹാതിക്തക ഘൃതം, ഗുഗ്ലു തിക്തക ഘൃതം, തിക്തക ഘൃതം, ഇന്ദുകാന്ത ഘൃതം, സുകുമാര ഘൃതം, അങ്ങനെ ഒട്ടനവധി ഘൃതങ്ങളുണ്ട്. വേറെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കൊഴുപ്പ് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാം. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അവഗാഡോ ആണ്. അതിൽ നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ HDL കൂട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അവഗാഡോ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ മെയിൻ പറയാനുള്ള വേറൊരു കാര്യം, പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പ്രോബയോട്ടിക് എന്ന് പറയുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഞാൻ കേർഡ് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം കേർഡ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുളിയോട് കൂടിയിട്ടുള്ള തൈരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ വല്ലാതെ വേഴ്സൺ ആവും. അപ്പോൾ അതുകൊണ്ട് അത്ര പുളിയില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ബട്ടർ മിൽക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അക്ഷയ കൽപ്പയുടെ ഒക്കെ ബട്ടർ മിൽക്കാണ് നല്ലത്. അപ്പം അത് കാച്ചിട്ടൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജീരകവും ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കത് കുടിക്കാം. മഞ്ഞൾപ്പൊടി ആകുമ്പോഴും വീട്ടിൽ നിന്ന് പൊടിച്ച് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യമായല്ലോ. പൈനാപ്പിൾ പോലുള്ള ഐറ്റംസ്, സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കാതിരിക്കുക. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു ഫ്രൂട്ട് ബൗളിൽ എല്ലാ ഫ്രൂട്ട്സും ഇച്ചിരി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഒത്തിരി ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മുരിങ്ങാക്കോലും നമ്മൾ കഴിച്ചതിന് ചില പേഷ്യൻസിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്യാഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയ പൊട്ടറ്റോ, ചെന്ന, രാജ്മ, ഗ്രീൻ പീസ്, അതൊക്കെ ചില ആൾക്കാരിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസും മലം മുറുക്കാനും ഒരു ഫാക്ടർ ആവുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കാം. അപ്പം നമ്മുടെ ഡയറ്റിൽ നമ്മൾ കൊഴുപ്പ് മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ചില ആൾക്കാർ പറയും താറാമുട്ടയൊക്കെ നല്ലതാണെന്നുള്ളത്. കോഴിമുട്ടേനേക്കാളും ബെറ്റർ താറാമുട്ടയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് നോക്കി നിങ്ങളുടെ ഡോക്ടറിനോട് സജഷൻ ചോദിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ വെള്ളം മസ്റ്റായിട്ട് കുടിക്കുക. അപ്പം 2.5-3 ലിറ്റർ ആ ഒരു അളവിൽ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ സിപ്പായിട്ട് തന്നെ നമ്മൾ കുടിക്കുന്നെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള പോസ്റ്റർ, അതും വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. കാരണം യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൊളോൺ അല്ലെങ്കിൽ ആ റെക്റ്റം, അതിന് വേണ്ട ഒരു പോസ്റ്റർ അല്ല നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുന്നിൽ നമ്മൾക്കൊരു സ്റ്റൂള് വെച്ചിട്ട് അതിൽ കാല് ചവിട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കേണ്ടത്. ഇതിൻ്റെ ഒക്കെ ഇമേജസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ അറിയാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെയിനും പ്രഷറുമാണ് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഈ പൈൽസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ കല്ലുപ്പിട്ട് തിളപ്പിച്ചിട്ട് അതിലിരിക്കാൻ പറയും. അതുപോലെ ത്രിഫല ചൂർണം തിളപ്പിച്ചിട്ടിട്ട് സിറ്റ്സ് ബാത്ത് ചെയ്യാൻ പറയും. അതൊക്കെ വളരെ എഫക്റ്റീവാണ് കേട്ടോ. കെട്ടിക്കിടന്നിട്ടുള്ള ആ ഒരു വാതദോഷത്തിന് താഴേക്ക് അനുലോമനമായിട്ട് പറഞ്ഞു വിടാനും ഓവറോൾ ആ ഒരു ഭാഗം ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ജാത്യാദി ഘൃതം ഓയിൽമെൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. മുറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുരട്ടാം, മുറിവെണ്ണ പുരട്ടാം. അല്ലെങ്കിൽ നല്ല ഫിഷർ പോലുള്ള കണ്ടീഷൻ, മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വിള്ളൽ പോലെ ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടാവാടി ഉണ്ടല്ലോ, ടച്ച് മീ നോട്ട്, അതിൻ്റെ ഇല ഒന്ന് കഴുകിയിട്ട് നന്നായി ചതച്ച് ചെറിയൊരു കോയിൻ ആക്കിയിട്ട് നമ്മൾ സ്ക്വാട്ടിംഗ് പൊസിഷൻ, അതായത് ഇന്ത്യൻ ക്ലോസറ്റിൽ
ഇരിക്കുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ, അതിൽ ഇരുന്നിട്ട് ഈ ഒരു കോയിൻ മാതിരി ആക്കിയിട്ടുള്ള ആ ഒരു തൊട്ടാവാടിയുടെ പേസ്റ്റ് മലദ്വാരത്തിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് കയറ്റി വെക്കാം. ഒരു 5-6 മണിക്കൂർ അവരെ വെച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞത് റിമൂവ് ചെയ്യുമ്പോൾ ചുറ്റും നമുക്ക് ജാത്യാദിയോ അല്ലെങ്കിൽ മുറിവെണ്ണയോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യം ഇതിൽ അങ്ങ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നോളൂ. ഞാൻ അതിനനുസരിച്ചിട്ട് ഓരോ ആൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. സോ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.